അത്തക്കരീം എന്ന ആദരവിൻ്റെ സംഘാടകരായ നേതാക്കളെ, ഈ വരുന്ന 6-ാം തീയതി തളങ്കര മാലിക് ദിനാറിൽ വെച്ച് ഒരാദരിക്കൽ സമ്മേളനം നടക്കുകയാണ്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലും കർണാടകയിലും വിദ്യാഭ്യാസ, നവോത്ഥാന, സാംസ്കാരിക പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭൂവന്തരായ സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ശരീഅത്ത് കോളേജ് പ്രിൻസിപ്പളും സാരഥിയുമാണ്. അതുപോലെ സമസ്തയുടെ മുഷാവറ സാരഥ്യം വഹിക്കുന്നുണ്ട്. തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ. അദ്ദേഹം വൈജ്ഞാനിക രംഗത്ത് 4 പതിറ്റാണ്ടിലേറെ കാലമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥാപനങ്ങളിലും പള്ളികളിലുമായി ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്ത വലിയ ഒരു പണ്ഡിത മഹാൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ, നൂറുകണക്കിന് ശിഷ്യഗണങ്ങളാണ് കേരളത്തിലും കർണാടകയിലുമായി അദ്ദേഹത്തിനുള്ളത്. ആ ശിഷ്യ സമൂഹത്തിൻ്റെ സംഘടനയാണ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് റാബിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന. ആ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ ഒരു ആദരിക്കൽ സമ്മേളനവും ആത്മീയ സമ്മേളനവും തളങ്കര മാലിക് ദിനാർ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. ആ റാബിത്ത സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. നമുക്കറിയാം, മദനീയം എന്ന പേരിൽ ഓൺലൈനിലൂടെ ലക്ഷങ്ങളിലേക്ക് ആത്മീയമായ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിത്വം കൂടിയാണ്. മാത്രമല്ല, സാന്ത്വന മേഖലകളിലും വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വയനാട് ദുരന്തത്തിൽ വീട് നിർമ്മിക്കുവാൻ വേണ്ടി 10 ഏക്കർ സ്ഥലം നൽകിയത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ മദനീയം വേദിയാണ്. അതിൻ്റെ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓൺലൈൻ സംവിധാനമാണ് മദനീയം എന്നുള്ളത്. അതിൻ്റെ നേതൃത്വം നൽകുന്ന അബ്ദുൽ ലത്തീഫ് സഖാഫി അവർകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. ആ ശിഷ്യന്മാർ സംഘടന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ കേരളത്തിലെയും കർണാടകയിലും ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു ആത്മീയ സമ്മേളനമാണ് ഈ വരുന്ന 6-ാം തീയതി തളങ്കരയിൽ വെച്ച് നടക്കുന്നത്. അന്ന് രാവിലെ 10 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് സൈനുൽ ആബിദീൻ അൽ അഹ്ദൽ കണ്ണമന്തങ്ങൾ പതാക ഉയർത്തും. 3 മണിക്ക് ബുറുദ മജ്ലിസ് ആരംഭിക്കും. 4 മണിക്ക് മുഹിമ്മാത്തിൽ സിയാറത്ത് നടത്തി അവിടുന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ അഹ്ദൽ തങ്ങളെ തളങ്കരയിലേക്ക് ആനയിക്കും. തുടർന്ന് മദനീയം ആത്മീയ സമ്മേളനവും മാലിക് ദിനാർ സിയാറത്തും നടക്കും. 7 മണിക്ക് ശേഷമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വിപുലമായ ആദരിക്കൽ സമ്മേളനം നടക്കുന്നത്. പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കളും ആ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അതിൻ്റെ സന്ദേശം പരമാവധി നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 2 വാക്ക് സഖാഫി. ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ, അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ മറ്റന്നാൾ തിങ്കളാഴ്ച കാസർഗോഡ് മാലിക് ദിനാർ തളങ്കര മാലിക് ദിനാർ നഗറിൽ 10,000-ഓളം ആളുകൾ സംഗമിക്കുന്ന വളരെ വിപുലമായ രീതിയിലുള്ള
വലിയൊരു ആദരവ് സമ്മേളനമാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെയും കർണാടകയിലെയും വിവിധങ്ങളായ മഹല്ലുകളിൽ നിന്ന് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങളുടെ ശിഷ്യന്മാർ സേവനം ചെയ്യുന്ന മേഖലകളിൽ നിന്ന് വിവിധങ്ങളായ വാഹനങ്ങളിലും മറ്റുമൊക്കെയായി ധാരാളം ആളുകൾ സംബന്ധിക്കുന്ന മഹത്തായ പരിപാടി ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളായ നമ്മൾ റാബിത്തത്തു തിലാമിദത്തുൽ ഹസനിയ എന്ന് പറയുന്ന റാബിത്ത എന്ന സംഘടനയുടെ കീഴിലാണ്. മദനീയം കുടുംബവും അതിൻ്റെ കൂടെ ചേരുകയാണ്. മദനീയം എന്ന് പറയുന്ന പരിപാടി എല്ലാവർക്കും അറിയാമെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ നമ്മളിവിടെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. 111 വീടുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അത് 111 മാറി ഇപ്പോൾ 150ഓളം വീടുകൾ നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഉള്ളിൽ മദനീയം ചാരിറ്റിയുടെ ഭാഗമായി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ 100 വീടുകൾക്കാവശ്യമായ സ്ഥലം ആ സ്ഥലം നമ്മൾ കണ്ടെത്തുകയും ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ആ പാവപ്പെട്ടവർക്കുള്ള വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലം ഏകദേശം റെഡിയായിട്ടുണ്ട്. അങ്ങനെയുള്ള നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മദനീയത്തിൻ്റെയും കൂടി സഹകരണത്തോടുകൂടെയാണ് ഈ മഹത്തായ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തുന്നതിനും അതുപോലെ എല്ലാ നിലക്കും ആ പരിപാടി വിജയിപ്പിക്കുന്നതിനും എല്ലാവരുടെയും സജീവ സഹകരണം അഭ്യർത്ഥിച്ചും പ്രതീക്ഷിച്ചും കൊണ്ട് നിങ്ങളെല്ലാവരെയും ആ മഹത്തായ പരിപാടിയിൽ ക്ഷണിക്കുന്നു. കൃത്യം 7 മണിക്ക് തന്നെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് സ്റ്റേജിലേക്ക് എത്തുകയും പ്രധാനപ്പെട്ട ചടങ്ങുകൾ 8 മണിയാകുമ്പോഴേക്ക് അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളുടെ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആദരവ് എന്നാണ് അറബിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, അതുപോലെ തന്നെ സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ, കുമ്പോൽ സാദാത്തുക്കൾ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, അങ്ങനെയുള്ള പ്രസ്ഥാന നേതാക്കളൊക്കെയും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വന്തം സ്ഥലം കോഴിക്കോടായിരുന്നു. നമ്മളെ മുഹിമ്മാത്തിലെ താഹിറുൽ അഹ്ദൽ തങ്ങളെ എഞ്ചനാണല്ലോ. താഹിറുൽ അഹ്ദൽ തങ്ങളെ സഹോദരനാണല്ലോ. അവരെ സ്വന്തം സ്ഥലം കോഴിക്കോടാണ്. ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ജോലിയും പിന്നെ പ്രബോധനമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ താമസം വിദ്യാനഗറിൽ. ഇവിടെ വിദ്യാനഗർ 40 വർഷമായി അധ്യാപനം നടത്തുകയാണ്. ഇപ്പോൾ മുഹിമ്മാത്തിലാണ് വൈസ് പ്രിൻസിപ്പളായി സേവനം ചെയ്തു. സക്കാഫി ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്.